ഓം സമസ്തജനകല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വ. നമ്മൾ ഇനിയുള്ള കുറച്ച് ക്ലാസ്സുകളിൽ വേദാന്ത ചിന്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ചർച്ചകൾ നടത്തുക. അപ്പം വേദാന്ത ചിന്തനം എന്താണെന്ന് നോക്കിയിട്ട് വേണം പിന്നെ ബാക്കിയുള്ള ടെക്സ്റ്റിലേക്ക് കടക്കാനാണല്ലോ. എന്താണ് വേദാന്ത ചിന്തനം? അല്ലെങ്കിൽ ആദ്യം നമുക്ക് എന്താണ് വേദാന്തം എന്ന് കാണാവുന്നതാണ്. സാധാരണ രീതിയിൽ എന്താ പറയുന്നത് വേദാന്തം? നമുക്ക് മനസ്സിലാകാത്ത എന്തെങ്കിലും സാധനമാണെങ്കിൽ ഉടനെ പറയും വേദാന്തം പറയാൻ തുടങ്ങി എന്ന് പറയും. അല്ലെങ്കിൽ താല്പര്യം ഇല്ലാത്ത എന്തെങ്കിലും കാര്യം ആരെങ്കിലും പറയുകയാണെങ്കിൽ ഒന്നുകിൽ പറയും രാമായണം വായിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ വേദാന്തം പറയാൻ തുടങ്ങി. കാര്യം സാധാരണ രീതിയിൽ വേദാന്തം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകാത്ത എന്താണ്ട് ഒരു സാധനമാണ് എന്നാണ്. ആചാര്യന്മാർ ഇതിനെ വളരെ ടെക്നിക്കലി വിവക്ഷിക്കാറുണ്ട്. നമുക്ക് വളരെ സാധാരണ രീതിയിൽ സാമാന്യമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ആരെങ്കിലും നമ്മുടെ ചോദിക്കുകയാണ് എന്താണ് വേദാന്തം, ഉടനെ നമ്മൾ വേദാന്തവും നാമ ഉപനിഷത്ത് പ്രമാണം എന്നൊന്നും പറയേണ്ട കാര്യമില്ല. നമുക്ക് സാധാരണ രീതിയിൽ നമ്മളിപ്പം മലയാളത്തിൽ കേട്ടാലും മനസ്സിലാകുന്ന രീതിയിൽ പറയാം. വേദാന്തം എന്ന് പറഞ്ഞാൽ വേദത്തിൻ്റെ അന്തം എന്ന് പറഞ്ഞു തുടങ്ങാം. ഞാൻ വെറുതെ പറയുന്നല്ല. പിന്നെന്താണ് വേദം എന്ന് പറഞ്ഞാൽ അറിവ് എന്നാണ്. വേദം അല്ലെങ്കിൽ നമ്മൾ സാധാരണ വേദം എന്ന് കുട്ടികളുടെ ചോദിച്ചാൽ, ചിന്മയിലെ കുട്ടികളുടെ ഉറപ്പായിട്ട് ചോദിച്ചാൽ അവർ പറയും എന്താ ഋക്ക്, യജുസ്, സാമ, അഥർവം എന്ന് പറയും. പക്ഷേ ഇതെന്താണ്? വേദം എന്ന് പറഞ്ഞാൽ ജ്ഞാനം, അറിവ് എന്നാണ്. ഓക്കെ, ഇതിൻ്റെ അന്തം എന്ന് പറഞ്ഞാൽ അവസാനം, അറിവിൻ്റെ അവസാനം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അറ്റം എന്നാണ്, പാരമ്യം എന്നാണ്, സുപ്രീം എന്നാണ്. അപ്പം വേദാന്തം എന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? വേദാന്തം എന്ന് പറയുക എന്താണ്? അത് ആ സുപ്രീം നോളേജിനെ പറ്റിയിട്ടാണ് വേദാന്തം എന്ന് പറയാം. ഇത് ഞാൻ പറയുമ്പം ട്രഡീഷണലുള്ള ആൾക്കാർ എൻ്റെ മേളിൽ പറയും ഇങ്ങനെ പറയാൻ പാടില്ല. ഇത് ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വേദാന്തം എന്ന് പറഞ്ഞാൽ എന്താ? അറിവിൻ്റെ അറ്റമാണ്, അറിവിൻ്റെ അന്തമാണ്. അതുകൊണ്ട് മാത്രമല്ല വേദാന്തത്തിന് വേദാന്തം എന്ന് പറയാൻ കാര്യം നമ്മൾ ട്രഡീഷണലി നോക്കുമ്പോൾ എന്താണ്? വേദങ്ങൾ എത്രയുണ്ട്? 4 നമ്മൾ പറയും. പക്ഷെ സത്യത്തിൽ വേദം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. വേദം അറിവ്. അതിനെ വേദവ്യാസ്ജി അതിനെ കാറ്റഗറൈസ് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ടാണ് എന്താണ് ഋക്ക്, യജുസ്, സാമം, അഥർവം എന്നുള്ള രീതിയിൽ 4 ആക്കി തിരിച്ചേക്കുന്നത്. അപ്പോൾ ചില ആൾക്കാർ ഇപ്പോഴും അഥർവത്തിനെ അംഗീകരിക്കാറില്ല. അവർ 3 വേദങ്ങളാണെന്ന് പറയുന്ന ആളുകളുണ്ട് ഇപ്പോഴും. ഓക്കെ, അതൊക്കെ പോട്ടെ. ഇതേ വേദത്തിനെ ആചാര്യന്മാർ ചിലർ 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്, ചില ആൾക്കാർ 4 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ പ്രതിപാദിക്കുന്ന വിഷയത്തിനനുസരിച്ച്. ഓക്കെ, ഏത് വേദത്തിനെ? ഋക്ക്, യജുസ്, സാമ, അഥർവങ്ങളെ ഇതിനെ വീണ്ടും 3 ആയിട്ടോ 4 ആയിട്ടോ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് മന്ത്ര സെക്ഷൻ എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട്, ബ്രാഹ്മണ സെക്ഷൻ ഉണ്ട്, ആരണ്യകം ഉണ്ട്, ഉപനിഷത്ത് പാർട്ടുണ്ട്. അതാണ് ഈ ജ്ഞാനഭാഗം എന്ന് പറയുന്നത്. കുറച്ചും കൂടെ നമുക്ക് മനസ്സിൽ തങ്ങി നിൽക്കുന്ന കണക്കാണെങ്കിൽ 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട് എന്ന് പറയാം. എന്താ? ഒന്ന്, ഒരു കർമ്മ വിഭാഗമുണ്ട്, കർമ്മകാണ്ഡ സെക്ഷൻ. കാണ്ഡം എന്ന് പറയുന്ന സെക്ഷൻ. അപ്പൊ എന്താണ്? കർമ്മകാണ്ഡത്തിൻ്റെതായിട്ടുള്ള ഒരു സെക്ഷനിൽ ഈ അറിവുകളെ തിരിച്ചിട്ടുണ്ട്. എന്ത് കർമ്മമാണെന്നുള്ളതെല്ലാം നമ്മൾ കാണും. പിന്നെയോ ഇതിനെ ഉപാസനാകാണ്ഡമായിട്ടും തിരിച്ചിട്ടുണ്ട്. അപ്പം ഈ അറിവിനെ കുറച്ച് സെക്ഷൻ എന്താണ്? ഇത് കർമ്മകാണ്ഡം ബേസ് ആണ്. വേറെന്താണ്? ഉപാസനാകാണ്ഡാണ്. എന്താ ഉപാസന? നമ്മൾ കാണും. പിന്നെയോ ജ്ഞാനകാണ്ഡമായിട്ടും തിരിച്ചിട്ടുണ്ട്. അപ്പം അതിങ്ങനെ പറഞ്ഞു വരുമ്പോൾ എന്താ? ജ്ഞാനകാണ്ഡം അവസാനമാണ്, വേദാന്തം എന്ന് പറഞ്ഞ അവസാനമാണ്. അപ്പൊ ഈ ജ്ഞാനകാണ്ഡത്തിന്റെ ഭാഗമാണെന്ത്? ഉപനിഷത്തും ഈ വേദാന്തം എന്ന് പറയുന്നത്. വേദാന്തം ഉപനിഷത്ത് തന്നെയാണ്. വേദത്തിന്റെ എസെൻസ് അല്ലെങ്കിൽ വേദത്തിന്റെ അറിവിന്റെ അവസാനം എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ഒരു ബുക്കിന്റെ അവസാനത്തെ പേജെന്ന് എടുക്കേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? അങ്ങനെ എടുക്കുക വേണ്ട. കാര്യം നമ്മൾ ചിലപ്പം ഇവിടെ ഇരിക്കുമ്പോൾ ഓരോ വാക്കും ചിലപ്പം വീണ്ടും പറയേണ്ടി വരും. കാര്യം നമ്മുടെ ഉള്ളിലേക്ക് ഓൾറെഡി ചില ഐഡിയാസ് കയറിപ്പോയിട്ടുണ്ട്. ഓക്കെ, അപ്പം അതും കൂടെ ഒന്ന് അൺവൈൻഡ് ചെയ്യാനും കൂടെ ഈ ഒരു സെക്ഷൻ നമുക്ക് ഉപയോഗിക്കാൻ ശ്രമിക്കാം. അപ്പം ചിലപ്പം ഉപനിഷത്തുകൾ ഈ പറയുന്ന ആത്മജ്ഞാനത്തിനെ പറ്റി പറയുന്ന വേദാന്ത ഭാഗം നേരത്തെ സൂചിപ്പിച്ച മന്ത്ര പോർഷനിൽ കാണും, ആരണ്യ പോർഷനിലൊക്കെ വരുന്നുണ്ടായിരിക്കും. അപ്പൊ എവിടൊക്കെയാണോ ആത്മജ്ഞാനത്തിനെ പറ്റി പറയുന്നത്, എന്താ ആത്മജ്ഞാനം, അത് ഞാൻ പറയും. ഇവിടെ പറയുന്ന ഒരു വാക്ക് നമ്മൾ വിശദീകരിക്കാതെ വിടൂല. ഓക്കെ, അപ്പം
ആത്മജ്ഞാനത്തിനെ പറ്റി പറയുന്ന കാര്യം അത് ചിലപ്പോൾ മന്ത്ര പോർഷനിൽ കാണും, എന്താണ് ആരണ്യക പോർഷനിലൊക്കെ വരുന്നുണ്ടായിരിക്കും. എവിടൊക്കെയാണോ ഈ ഒരു ആത്മജ്ഞാനത്തിനെ പറ്റി പറയുന്നത് അത് ആ ഒരു വേദാന്തമാണ് എന്ന് മനസ്സിലാക്കണം. എന്താ ഒന്നുകൂടെ പറഞ്ഞ എന്താന്ന് വെച്ചാൽ വേദാന്തം എന്ന് പറഞ്ഞാൽ എന്താണ്? അൾട്ടിമേറ്റ് നോളേജ് ആണ്. അൾട്ടിമേറ്റ് നോളേജ് അല്ലെങ്കിൽ സുപ്രീം നോളേജ് അല്ലെങ്കിൽ എല്ലാ അറിവുകളുടെയും എസൻസ് ആണ്. ഈ എസൻസ് സത്യത്തിൽ എന്താണ്? അതെന്താണെന്ന് പറയുന്നത് ആത്മജ്ഞാനമാണ് എന്ന് പറയും. കാര്യം എന്താണെന്ന് വെച്ചാൽ വേദാന്തത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം, അതായത് എന്തിനാണ് ഈ വേദാന്തം, ഈ അറിവിൻ്റെ എല്ലാം ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചാൽ ഓരോ ജീവജാലങ്ങൾക്കും ആ ഫുൾഫിൽമെന്റ് നൽകുക എന്നുള്ളതാണ്. എന്തിനാ നമ്മളിത് പഠിക്കുന്നത്? എന്തിനാ വേദാന്തം, അല്ലെങ്കിൽ ഇവിടെ നിങ്ങളെല്ലാവരും വേദാന്ത ചിന്തനത്തിന് വന്നത് വേറെ ഒന്നിനും ആകരുത്, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കി ആ നിറവിലേക്ക് ഉയരാൻ വേണ്ടിയിട്ടാണ്. അത് വേദാന്ത ശാസ്ത്രകൃതികളെല്ലാം, ഭഗവത്ഗീത ആയിക്കോട്ടെ, ഉപനിഷത്തായിക്കോട്ടെ, പ്രകരണ ഗ്രന്ഥങ്ങളായിക്കോട്ടെ, നമ്മൾ ചർച്ച ചെയ്യുന്ന ഏത് വേദാന്ത കൃതിയായിക്കോട്ടെ അല്ലെങ്കിൽ അറിവ് നൽകുന്ന കൃതികളായിക്കോട്ടെ, അവ നമ്മളെ ഫുൾഫിൽമെന്റിലേക്ക് ഉയർത്തണം. ഓക്കെ, ശ്രദ്ധിച്ചോണം. ആ ഫുൾഫിൽമെന്റിലേക്ക് നമ്മൾ അത് ഉയർത്തുന്നില്ല എങ്കിൽ അത് യഥാർത്ഥ അറിവല്ല. എന്താ പറയൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ ചില അറിവുകളുണ്ട്, അത് നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു തൃപ്തി കാണത്തില്ല. പക്ഷേ വേറൊരു തരം അറിവുണ്ട്, ആചാര്യന്മാർ പറയും, ഏതൊന്നറിഞ്ഞാലാണോ പിന്നെ വേറെ ഒന്നും അറിയേണ്ടതായിട്ടില്ലാത്തത്, അങ്ങനെയുള്ളൊരു അറിവുണ്ട്. അതെങ്ങനെയാണ് അത് അറിവ് അറിയുന്നതെന്നല്ല നോക്കണം. ആ അറിവിനെയാണ് നമ്മൾ വേദാന്തം എന്ന് പറയുക. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ഏകദേശം ക്ലിയർ ആയി തോന്നും. ഇവിടെ വേദാന്തം ഫുൾഫിൽമെന്റ് നൽകുന്നു എന്നെല്ലാം പറയുമ്പോൾ ഈ ഫുൾഫിൽമെന്റ് എവിടുന്നാ കിട്ടുക? നമുക്ക് ഡിസ്കസ് ചെയ്തു പോകാം, ഇത്രയും പേരല്ലുള്ളൂ. എവിടുന്നാ കിട്ടുക? എനിക്ക് ദാഹിക്കുന്നു, എൻ്റെ ഈ ദാഹം എവിടുന്നാ മാറുക? വെള്ളം കുടിക്കുമ്പോഴാണ്. പക്ഷേ സത്യത്തിൽ നമ്മൾ ഓരോരുത്തർക്കും ആ ഫുൾഫിൽമെന്റ് കിട്ടുന്നത് പുറത്തു നിന്നല്ല എന്നുള്ളതാണ് ഈ ശാസ്ത്രം നമ്മളെ കാട്ടിത്തരുന്നത്. ശ്രദ്ധിച്ചാണ്. അതായത് നമ്മൾ ഒരു സിനിമയിൽ മോഹൻലാൽ പറയത്തില്ലേ, എന്താണ് മോഹൻലാലിൻ്റെ ഒക്കെ നരേന്ദ്രപ്രസാദ് ചോദിക്കും, നീ ആരാണ്, നീ എന്തിനാണ് ഇവിടെ വന്നത് എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത്, 6-ാം തമ്പുരാൻ്റെ അകത്ത് ചോദിക്കുന്ന സമയത്ത് ഉടനെ ഇയാൾ തിരിച്ചു കൊടുക്കുന്ന മറുപടി, ഈ ചോദ്യം തന്നെയാണ് ബുദ്ധനും ശങ്കരനും ഒക്കെ തേടിയത്. നമ്മൾ ഓരോരുത്തരും അതിലേക്ക് എത്തുക എന്നുള്ളതാണ് ഓരോ മനുഷ്യ ജന്മത്തിൻ്റെ നിയോഗം. സത്യത്തിൽ നമ്മൾ ആരാണ് എന്നറിയുകയാണ് നമ്മുടെ ഓരോരുത്തരുടെ നിയോഗം. നമ്മളൊക്കെ സത്യത്തിൽ ആരാ? നമ്മൾ ഓരോരുത്തരും പൂർണ്ണരാണ് എന്നുള്ളതാണ് പോയിന്റ്. ഓക്കെ, ശ്രദ്ധിച്ചോണം, പിടിച്ചോണം. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. നമ്മൾ വിട്ടുപോകുന്ന കാര്യം എന്താ വെച്ചാൽ, ഉദാഹരണം പറഞ്ഞാൽ ഒരു കഥ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കുമേ. കഥ എന്താണെന്ന് വെച്ചാൽ, ഒരാളെ ആദ്യമായിട്ടൊരു ഓഫീസിൽ ജോലിക്ക് കൊണ്ടുപോയി, അയാൾക്കൊരു സീറ്റ് കൊടുത്തു. കേട്ടിട്ടുണ്ടോ ഈ കഥ? ഭാഗ്യം. ഒരിടത്ത് കൊണ്ട് ജോലിക്ക് ഇരുതി. അപ്പോൾ അയാൾക്ക് കിട്ടിയ സീറ്റ് എന്ന് പറയുന്നത് ഒരു വലിയ മണിയുടെ അടുത്താണ്, ഈ ക്ലോക്കിൻ്റെ അടുത്താണ് ഇങ്ങേർക്ക് കിട്ടിയ സീറ്റ്. അപ്പോൾ ഇങ്ങേർക്ക് ആദ്യത്തെ കുറേ ദിവസങ്ങളിൽ എന്താണ്, 11 മണിയാകുമ്പോൾ ഇത് 11 പ്രാവശ്യം ടങ് 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 എന്ന് അടിക്കും. ഇത് ഇറിറ്റേഷനാണ്, ഇങ്ങനെ ചെവി പൊത്തിയിരിക്കും. പക്ഷേ ഒരു 2-3 മാസം അവിടെ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റും? ഈ 11 മണി ആയോ കാര്യം ഇയാൾ കേൾക്കില്ല. കാര്യം എന്താ? അതവിടെ അടിച്ചാലും നമ്മൾ അത് കാണാതെ വിട്ടുപോകും. ഓക്കെ, അതേപോലെ നമ്മൾ പലതവണ ആത്മതത്വം, ബ്രഹ്മതത്വം, നീ ഞാനാണ്, നീ പൂർണ്ണനാണ്, അത് ഇതെന്നല്ല ഇവിടുന്നെല്ലാം കേട്ടിട്ട് ആ എസൻസ് നമ്മൾ വിട്ടുപോയി നമുക്കിത് അനുഭവിക്കാൻ പറ്റുന്നില്ല. അതാണ് പോയിന്റ്. ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് 100% ഉറപ്പാണ്. ഒരു പ്രാവശ്യമെങ്കിലും എന്താണ്, നമ്മളെല്ലാവരും ആത്മസ്വരൂപികളാണെന്നല്ല. പക്ഷെ ഈ പറയുന്ന, ഞാൻ എത്ര പ്രാവശ്യം ക്ലാസ് എടുത്തിട്ടുണ്ടായിരിക്കും, എന്നിട്ട് പോലും എന്താണ്, എനിക്കും നമുക്ക് ഓരോരുത്തർക്കും അതിൻ്റെ അനുഭവത്തിലേക്ക് വരാൻ പറ്റുന്നില്ല. അതെന്താണ് പ്രശ്നം? പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് അറിവില്ലായ്മയാണ്. വെറും അറിവില്ലായ്മയല്ല, ഏറ്റവും ആഴത്തിൽ ഉള്ളിൽ പതിഞ്ഞു കിടക്കുന്ന അറിവില്ലായ്മയാണ്.
നമ്മൾ അങ്ങനത്തെ അറിവില്ലായ്മ അതായത് കണ്ടിട്ടുണ്ടോ? എക്സാമ്പിൾ എന്തെങ്കിലും പറയാമോ? നമ്മൾ സ്ഥിരം പറയുന്ന ഒരു 3-4 എക്സാമ്പിൾ ഉണ്ട്. നിങ്ങൾ വേദാന്ത ക്ലാസ്സിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഈ എക്സാമ്പിൾ നേരത്തെ കേട്ടിട്ടുണ്ടായിരിക്കും. കരടിയുടെ കഥ കേട്ടിട്ടില്ലേ? അതും കേട്ടിട്ടില്ല? നല്ല കാര്യം. അതായത് ഒരു കരടിയെ കൂട്ടിൽ 10 അടി കൂട്ടിൽ അല്ലെങ്കിൽ 15 അടി ഉണ്ടായിരുന്ന ഒരു കൂട്ടിലുണ്ടായിരുന്ന ഒരു കരടിയുണ്ട്. ഈ കരടിയെ എന്താണ് അവര് സൂവിൽ നിന്ന് അവര് വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്ക് മാറ്റിയ സമയത്ത് ഈ കൂട്ടിൽ നിന്ന് ഇതിനെ മാറ്റിയാലും ഈ കരടി എന്ത് ചെയ്യും? ഇങ്ങനെ നടന്ന് അവിടം വരെ പോവും, 15 അടി നടക്കും, അതിനുശേഷം ഇങ്ങനെ നടന്ന് ഇപ്പുറത്ത് വരും. കാര്യം എന്ന് വെച്ചാൽ വർഷങ്ങളോളം ഈ കരടി ഇങ്ങനെ നടന്ന് അതിൽ ലിമിറ്റഡ് ആയി പോയി എന്നാണ്. നമ്മളും ഓരോരുത്തരും, ഇത് കഴിഞ്ഞിട്ട് കത്തിയില്ലെങ്കിൽ ചോദിക്കണം, ഞാൻ വീണ്ടും പറയും, നമ്മളും ഓരോരുത്തരും ഞാൻ ഈ ശരീരമാണ്, ഞാൻ ഈ മനസ്സാണ്, ഞാൻ ഈ ബുദ്ധിയാണ്, ഞാൻ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് ലിമിറ്റഡായിട്ട് ചിന്തിച്ച് നമ്മൾ ഓരോരുത്തരും ലിമിറ്റഡ് ആയിട്ട് ആ കരടിയെ കണക്കാണ്. എനിക്ക് ഇവിടുന്ന് അവിടം വരെ പോകാമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ആ 15 അടി വരെ മാത്രം നടന്നിട്ട് തിരിച്ചു വരും. ഇതെന്താണ് പ്രശ്നം? ഇത് നമ്മുടെ ഇഗ്നോറൻസ് ആണ്. എപ്പോഴാണോ ആ ഇഗ്നോറൻസിന്റെ വെളിയിലേക്ക് വരുന്നത്, അവിടെ നമ്മൾ നമ്മുടെ ഫുൾ പൊട്ടൻഷ്യലേക്ക് എത്തും. അപ്പൊ ആചാര്യന്മാർ പറയുക, നീ ആരാണെന്ന് മനസ്സിലാക്കണം എന്ന് പറയുമ്പോൾ ഞാൻ സുധീർ ചൈതന്യാണെന്ന് മനസ്സിലാക്കാനോ അതല്ലെങ്കിൽ ഞാൻ ചിന്യാമിഷന്റെ ബ്രഹ്മചാരിയാണെന്ന് മനസ്സിലാക്കാനോ മാത്രമല്ല, സത്യത്തിൽ ഞാൻ ആരാണെന്ന് മനസ്സിലാക്കാനാ. വേറെ ഏതൊരു സിനിമയുണ്ട്. ഏത് സിനിമ എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് പെട്ടെന്ന് കണക്ട് ആവും. രജനീകാന്തിന്റെ ഒരു സിനിമയാണ്. അയാൾ ആ വീട്ടിലെ വേലക്കാരനായിട്ടായിരുന്നു കുറെ നാള്. ഏത് സിനിമ? മുത്തു ആണെന്ന് തോന്നുന്നു അല്ലേ? മുത്തു. പിന്നാണ് മനസ്സിലാകുന്നത് സത്യത്തിൽ അയാളുടെയാണ് എല്ലാ സാമ്രാജ്യവും. ഇത് രണ്ടിലുള്ള ആറ്റിറ്റ്യൂഡിലും പിന്നെ അയാൾ ആ ലോകത്തിനെ നേരിടുന്നതിലുള്ള വ്യത്യാസം ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളിപ്പോൾ ഓരോരുത്തരും കരഞ്ഞ് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഈ ലോകത്തിനെ ഇടപെടുന്ന സമയത്ത് ആചാര്യന്മാര് വേദാന്ത ജ്ഞാനം നൽകുകയാണ്. എന്താ നൽകുക? നീ പൂർണ്ണനാണ്, നീ ഇങ്ങനെ ദുഃഖിക്കേണ്ടവനല്ല. ഇതറിയുന്ന സമയത്ത് നമ്മൾ ഫുൾഫിൽമെന്റിലേക്ക് പോകും. ഇത് പുറത്തുനിന്ന് ആരെങ്കിലും വെള്ളം കൊണ്ട് തന്ന് കുടിക്കുന്നതാണല്ല. പിന്നെയോ, ഞാൻ എവിടാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്ന് എനിക്കത് അനുഭവിക്കാമെന്നാണ്. ഇത് കഴിഞ്ഞിട്ട് എന്തായാലും പറഞ്ഞാൽ മരണശേഷം ഇത് പറ്റുള്ളൂ? അല്ല, ഇപ്പൊ ഇവിടെ വെച്ച് പറ്റുന്ന ഒറ്റ കാര്യമുള്ളൂ, ഞാൻ ഇതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കി അറിയണം. ഉദാഹരണം പറയാം, വീണ്ടും ഞാൻ ഉദാഹരണം പറയാം. ചില ആൾക്കാരെ പുതിയ പോസ്റ്റിലേക്ക് അവരെ ഉയർത്തും. ഇവിടെ കൂടുതൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എല്ലാം ഇരിക്കുന്നവരല്ല, കാരണം നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. ഒരാളെ പുതിയൊരു പോസ്റ്റിലേക്ക് ഉയർത്തിയാലും അയാൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ വീണ്ടും മടിയാ. അയാൾക്ക് കിട്ടിയ അധികാരത്തിനെ എക്സസൈസ് ചെയ്യാൻ വീണ്ടും മടിയായിരിക്കും. കാര്യം എന്നാ? മറ്റേൻ്റെ അത് ലിമിറ്റഡ് ആയിട്ട് കിടക്കുക. ചേട്ടാ ഇതിൻ്റെ കാര്യമില്ല, നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നാളിത് കൊണ്ടുതരും. ഇല്ലില്ല, അതേ അയാൾക്ക് മറ്റയാളുടെ ജോലി അതാ, നിങ്ങൾ പറയുന്നത് കൊണ്ടുതരാനായിരിക്കും. ഇല്ലില്ല, അയാൾ എന്ത് വിചാരിക്കും? ചില സമയത്ത് നമ്മളങ്ങനെ ചിന്തിക്കും. ആണോ അല്ലയോ? ഈ രീതിയിൽ നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ലിമിറ്റഡ് ആവുന്ന സമയത്താണ് ജന്മജന്മാന്തരങ്ങളായിട്ട് ഞാൻ ലിമിറ്റഡ് ബീയിങ് ആണെന്ന് ചിന്തിക്കുന്ന നമ്മൾ ഒരു തവണ വേദാന്തം കേട്ടത് കൊണ്ട് മാറുമോ? മാറില്ല. അപ്പോൾ എന്ത് ചെയ്യണം? വീണ്ടും വീണ്ടും കേൾക്കണം. വീണ്ടും വീണ്ടും കേട്ടാൽ മാത്രം മതിയോ? പോരാ. ആചാര്യന്മാർ എന്ത് ചെയ്തെന്നറിയാമോ? അതിനൊരു ഗംഭീരമായിട്ടുള്ള ഒരു മെത്തഡോളജി നമ്മുടെ മുമ്പിലേക്ക് തന്നു. മോസ്റ്റ് പ്രോബബ്ലി ഞാൻ ഇന്ന് ആ മെത്തഡോളജി പറഞ്ഞിട്ട് നിർത്തും. കാര്യം എന്നിട്ട് അതിനുശേഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്താണ് ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. അതാണ് എന്താണെന്നറിയാമോ? 5+1 കാര്യങ്ങളിൽ നമ്മുടെ എൻറ്റയർ സ്പിരിച്വൽ ലൈഫിനെ നമുക്ക് ഒതുക്കാം. എൻറ്റയർ സ്പിരിച്വൽ ലൈഫ്. ഈ സ്പിരിച്വൽ ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ജീവിതവുമായിട്ട് വ്യത്യാസമൊന്നുമില്ലേ. സാധാരണ ജീവിതത്തിനെ സ്പിരിച്വലായിട്ട് കൊണ്ടുപോകണം എന്നാണ് നമ്മുടെ ആചാര്യന്മാർ പറയുക. അതായത് നമ്മുടെ എൻറ്റയർ ലൈഫിനെ 5+1 പോയിന്റിൽ, ഓക്കെ, 5+1 പോയിന്റ്, ഞാൻ ഒന്നുകൂടെ എണ്ണി നോക്കുമായിരുന്നു 5+1 ആണോ? അതെ, 5+1 പോയിന്റിൽ ഒതുക്കാമെന്നാണ്. എന്താണ് അറിയാം? ഒന്നാമത്തെ പോയിന്റ് ചിത്തശുദ്ധി. എന്താ ചിത്തശുദ്ധി? മനസ്സിന്റെ ശുദ്ധി. ഇതാണ് നമ്മൾ ആദ്യം ആർജിക്കേണ്ടതായിട്ടുള്ള കാര്യം. ഓക്കെ, എന്താണ് നമ്മൾ കാണും, ഇതൊക്കെ വിശദീകരിച്ച് കാണും. എന്നിട്ട്
ഇത് ആവശ്യത്തിനുണ്ടായിട്ട് അതിനുശേഷം ചിത്ത ഏകാഗ്രത ഉണ്ടാക്കാനല്ല പോകേണ്ടത്. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ എന്താണ് രണ്ടാമത്തെ പോയിന്റ് ആയിട്ടുള്ള ചിത്ത ഏകാഗ്രത ആർജിക്കണം. ചിത്തശുദ്ധി, ചിത്ത ഏകാഗ്രത, ഇത് രണ്ടും ആവശ്യത്തിനുണ്ടാകുന്ന സമയത്ത് ഞാനൊരു +1 എന്ന് പറഞ്ഞില്ലേ, അതിനിവിടെ കൊണ്ടുവരും. എന്താണ്? ഗുരുവിൻ്റെ അടുക്ക് ഞാൻ പോകണം, ഉപസദനം ചെയ്യണം. ഗുരു ഉപസദനം, ഗുരുവിൻ്റെ അടുക്കൽ പോകണം. ഓക്കെ, ചിത്തശുദ്ധി, ചിത്ത ഏകാഗ്രത, എന്നിട്ട് ബ്രാക്കറ്റിൽ ഗുരു ഉപസദനം. അത് കഴിയുമ്പോഴോ ശ്രവണ മനന നിധിധ്യാസനം ചെയ്യണം. ഓക്കെ, ഇതിൻ്റെ അകത്ത് കേൾക്കാത്ത വാക്കുകൾ ഉണ്ടായിരിക്കാം, ഞാനത് വീണ്ടും വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യും. എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് 15 മിനിറ്റ് നമ്മൾ ഇടുന്നുണ്ടല്ലോ, ആ സമയത്ത് നമുക്ക് ചോദിക്കാം. എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ വിശദീകരിക്കും, ഇല്ലെങ്കിൽ അറിയാവുന്ന ആൾക്കാർക്ക് ചോദിച്ചിട്ട് ഞാൻ പറയും. ഓക്കെ, ഇത് വെറുതെ ആചാര്യന്മാർ നമ്മുടെ മുമ്പിലേക്ക് ചിത്തശുദ്ധി, ചിത്ത ഏകാഗ്രത എന്ന് പറഞ്ഞ് മാത്രം വെക്കുക മാത്രമല്ല അവർ ചെയ്തത്. അവരെന്താ ചെയ്തതെന്നറിയോ? നമ്മളെ ഓരോരുത്തരെയും ഈ വഴിയിൽ കൂടെ നടത്താനുള്ള ഒരു സിസ്റ്റവും അവരിവിടെ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ നമ്മുടെ സംസ്കാരത്തിൽ നമ്മൾ പോലും അറിയാതെ നമ്മൾ അതിൽ കൂടെ കടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം ചിത്തശുദ്ധി എന്താണെന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത സിസ്റ്റം എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ശരി. എന്താ ചിത്തശുദ്ധി? മനസ്സിന്റെ പ്യൂരിറ്റി. എന്താ മനസ്സിന്റെ പ്യൂരിറ്റി? ആർക്കും ഉത്തരം പറയാം. എന്താ? നിങ്ങളൊക്കെ എന്നെ ഇങ്ങനെ എന്തൊക്കെ നോക്കുന്ന എനിക്ക് തന്നെ ഒരു ഇത് എന്താ ചിത്തശുദ്ധി? എന്താ? മനസ്സിന്റെ പ്യൂരിറ്റി, പ്യൂരിറ്റി ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? നല്ല ചിന്ത. ഓക്കെ, പിന്നെ നിഷ്കളങ്ക സ്വഭാവം. ഓക്കെ, പിന്നെ പോസിറ്റീവ് തിങ്കിങ്. ഇനി പടപടാന്ന് പറഞ്ഞു വരും. ഇത് പല തലമുണ്ട്, മനസ്സിലാക്കിക്കോണേ. അപ്പൊ ഇതെങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ നല്ല രസകരമായിട്ടുള്ളൊരു കാര്യം പറയാം. ചില ആൾക്കാർ നേരത്തെ കേട്ടിട്ടുണ്ടായിരിക്കാം, ഞാൻ നശിച്ചാലും കുഴപ്പമില്ല, ബാക്കിയുള്ളവരും പണി മേടിക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടോ ലോകത്തിൽ? ഉണ്ടോ? ഉണ്ട്, ഉണ്ട്. അതുകൊണ്ടാണ് വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ചൊല്ലില്ലേ, എന്താ ആങ്ങളെ ചത്താലും കുഴപ്പമില്ല, നാത്തൂന്റെ കണ്ണീര് കാണണം എന്ന് പറഞ്ഞൊരു ചൊല്ലുണ്ട്. കേട്ടിട്ടില്ല? അങ്ങനെ ഉണ്ട് ടീച്ചറെ, അങ്ങനെ സാധനം ഉണ്ട്. ടീച്ചർ ഇത് ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. അങ്ങനെയൊക്കെ ഉണ്ട്. അതായത് എൻ്റെ മേത്ത് ബോംബ് കെട്ടി വെച്ച് അവിടെ എല്ലാം പോയി പൊട്ടുന്നില്ലേ, ഞാൻ മരിച്ചാലും കുഴപ്പമില്ല, അതും കൂടെ തീരണം എന്നുള്ളൊരു ഭാവമാണ്. മനസ്സിലായില്ലേ? അതില്ലെങ്കിൽ സാധാരണ രീതിയിൽ നമ്മൾ നോക്കിയാലോ ആൾക്കാരുണ്ട് എന്താണ്, എനിക്ക് 2 പണി കിട്ടിയാലും കുഴപ്പമില്ല, അവന് കൂടുതൽ പണി കിട്ടണം എന്നാണ്. നമ്മുടെ സിനിമ തരഗണിക്കാത്തൊരു കഥയുണ്ട്. ഞാൻ പണ്ട് 4ാം ക്ലാസ്സിൽ പഠിച്ചൊരു കഥയാണ്. 2 നെയ്ബേഴ്സ്, അവർ സമയം ഉടക്കാം, സമയം ഇവന്മാർ വഴക്കാം. ഏറ്റവും അവസാനം നാട്ടുകാർ ഇവന്മാരെ ശല്യമായിട്ട് അവർ പറഞ്ഞാൽ ദൈവത്തിനെ പ്രാർത്ഥിച്ച് തപസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ദൈവം വരം തന്നു കഴിഞ്ഞാൽ നിന്റെ മറ്റേ പ്രശ്നം തീർത്തു തരും എന്ന് പറഞ്ഞു. ഇവന്മാർ 2 പേരും കൂടെ ഒരേപോലെ കാട്ടിപ്പോയി തപസ് തുടങ്ങിയെന്നാ. 2 പേര് 2 ഇടത്തിരുന്ന് പ്രാർത്ഥന. ദൈവത്തിനും കഷ്ടമായി, ഈശ്വര ഭഗവാനെ, ഇവന്മാർ ഒരു തരത്തിൽ നമുക്ക് പണി തരത്തില്ല. അപ്പൊ ആദ്യം തന്നെ ദൈവം ഒരാളുടെ ചെന്നു. ഇവൻ ചോദിച്ചു, ഭഗവാനെ മറ്റൻ്റെ അടുത്ത് പോവോ നിങ്ങൾ? ഭഗവാൻ പറഞ്ഞു പോവും, കാര്യം അവനും തപസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ശരി. അവൻ ചോദിക്കുന്ന വരം നിങ്ങൾ കൊടുക്കുമോ? പിന്നെ അവൻ തപസ് ചെയ്തില്ല, ഞാൻ കൊടുക്കും. പറഞ്ഞാൽ ഇയാളിങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അവൻ എന്തൊക്കെയാണോ ചോദിക്കുന്നത് അതിൻ്റെ ഡബിൾ എനിക്ക് കിട്ടണം. ഇതാണ് എനിക്ക് ബുദ്ധിപൂർവമായിട്ടുള്ള ഒരു ഇതാണ്. കാരണം ദൈവം പറഞ്ഞാൽ ശരിയാ, സൂക്ഷിച്ചെടുത്തിട്ട് വേണം. ഞാനിത് തീരുമാനിച്ചു ഉറപ്പിച്ചു, അവൻ എന്ത് ചോദിച്ചാലും അതിൻ്റെ ഡബിൾ എനിക്ക് വേണമെന്നാണ്. ദൈവം പിന്നെന്താ നിവൃത്തിയില്ലാതെ അത് കൊടുത്തു. തഥാസ്തു വത്സ എന്നെല്ലാം പറഞ്ഞ് വിട്ടു. അത് കഴിഞ്ഞപ്പോൾ 2ാമത്തെ ആളുടെ അവൻ അതിനേക്കാളും കാഞ്ഞാനാ. ചോദിച്ചു, ദൈവമേ മറ്റവൻ തപസ് ചെയ്യുന്നില്ലായിരുന്നോ? അവിടെ പോയായിരുന്നോ? പോയി. അവൻ എന്താ ചോദിച്ചേ? നീ എന്ത് ചോദിച്ചാലും അതിന് ഡബിള് മറ്റവന് കിട്ടണം എന്നാണ്. അന്ന് ഇവൻ ആലോചിച്ചിട്ട് പറഞ്ഞു, ഭഗവാനെ എൻ്റെ 1 കണ്ണും 1 ചെവിയും പൊട്ടിച്ചളഞ്ഞേക്കാൻ. അങ്ങനെയാണെങ്കിൽ മറ്റവൻ്റെ 2 കണ്ണും പൊട്ടും, 2 ചെവിയും പൊട്ടും. ഇതാണ് കാര്യം. ഇങ്ങനത്തെ ആൾക്കാരുണ്ടോ? ഉണ്ട്. ഇങ്ങനത്തെ ആൾക്കാരുണ്ട്. ഇവരെക്കാൾ ഭേദമാണ് എന്താണ്? ഭഗവാനെ വേറെ ആൾക്കാർക്ക് ദോഷം വരരുതേ, പക്ഷെ എനിക്ക് മാത്രം നല്ലത് വരണം. അങ്ങനത്തെ ആൾക്കാരുണ്ട്. ഈ പറഞ്ഞ കണക്ക് എന്താ, അയ്യോ പാവം, കഷ്ടം. അങ്ങനെയാണെങ്കിൽ അവർക്കൊരു ലോട്ടറി അടിച്ചാലോ? ലോട്ടറി അടിക്കുകയൊന്നും വേണ്ട. ലോട്ടറി അടിച്ചാൽ അവൻ എന്നെക്കാളും കൂടുതലാവും. ചില ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ചില അമ്മമാരൊക്കെ പ്രാർത്ഥിക്കുന്നതൊക്കെ, ചില ടീച്ചർമാരൊക്കെ ചിലപ്പോൾ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് എൻ്റെ മകൻ്റെ ക്ലാസ്സിലുള്ള എല്ലാ പിള്ളേരും ജയിക്കണം, പക്ഷെ എൻ്റെ മോനായിരിക്കണം ഏറ്റവും കൂടുതൽ മാർക്ക്. ഇതൊക്കെ അതിൻ്റെ ഒരു വെറൈറ്റി ഐറ്റംസ് ആണ്. അതായത് ബാക്കിയുള്ളവരൊന്നും കഷ്ടപ്പെടാൻ പാടില്ല, പക്ഷെ എനിക്ക് വേണം കൂടുതൽ. ആദ്യം പറഞ്ഞ ക്ലാസ്സിനെ വെച്ച് നോക്കുമ്പോൾ ഇത് ഭേദമല്ലേ? ആണ്. ചില ആൾക്കാരുണ്ട്, എനിക്ക് എന്തൊക്കെയുണ്ടോ അതൊക്കെ എന്താണ്
എല്ലാവർക്കും വേണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർ. അങ്ങനത്തെ ഉണ്ടോ? ഞാൻ കഷ്ടപ്പെട്ടു അവനും കഷ്ടപ്പെട്ടു, അങ്ങനല്ല, എനിക്ക് നല്ലത് വന്നു, ആ നന്മ എല്ലാവർക്കും കൊടുക്കുന്ന ആൾക്കാർ. വേറെ ചില ആൾക്കാരുണ്ട്, എനിക്ക് ബുദ്ധിമുട്ടാണെങ്കിലും കുഴപ്പമില്ല, ഇനി വരുന്നുള്ള ആൾക്കാർക്ക് ഗംഭീരമായിരിക്കണം. അങ്ങനത്തെ ആൾക്കാരുണ്ടോ? അങ്ങനത്തെ ആൾക്കാരുണ്ട്. നമ്മളിത് നോക്കിക്കഴിഞ്ഞാൽ കാണാം, സ്വാർത്ഥതയുടെ കുറവാണ് ശുദ്ധിയുടെ കൂടുതൽ. സ്വാർത്ഥത കുറയുന്നതിനനുസരിച്ച് ശുദ്ധി കൂടും. ഇപ്പൊ ചിത്തശുദ്ധി എന്ന് ഞാൻ പറഞ്ഞില്ലേ, പറയുമ്പോൾ ആചാര്യന്മാര് അർത്ഥമാക്കുന്നത് എന്താണെന്നറിയാമോ? അർത്ഥമാക്കുന്നത് നിസ്വാർത്ഥമായിട്ടുള്ള മനസ്സെന്ന ഒരു തലത്തിൽ, അതായത് സ്വാർത്ഥത ഇല്ലാത്ത മനസ്സ്. അത് തന്നെ പല ലെവലുണ്ട്. ഇനിയോ ഏറ്റവും ശുദ്ധി എന്താണെന്നറിയോ? ഒട്ടും സ്വാർത്ഥതയില്ലാത്ത മനസ്സ് എന്ന് പറയുമ്പോൾ അവിടെ മനസ്സേ ഇല്ലാതാവും, ചിന്തകളില്ലാത്ത മനസ്സ്. അതാണ് ഏറ്റവും ഉയർന്നത്. കാര്യം ഒരു ചിന്ത വന്നാൽ പോലും നമുക്കിങ്ങനെ ഒരു ഇറിറ്റേഷൻ ഉണ്ടാകും. ഞാൻ എന്നുള്ളൊരു ചിന്തയാണല്ലോ ഫസ്റ്റ് ചിന്ത, അത് തന്നെ സ്വാർത്ഥതയാണ്. മനസ്സിലായില്ലേ? അതായത് അപ്പം ചിത്തശുദ്ധിയുടെ ഏറ്റവും ഉയർന്ന തലം എന്താണ്? ഒരു ചിന്തയും ഇല്ലാത്ത, മനസ്സില്ലാത്ത അവസ്ഥ എന്നാണ്. ഓക്കെ, അതിലേക്ക് ഇപ്പൊ പോകേണ്ട എന്താണ്? ചിത്തശുദ്ധി ഈസ് ഈക്വൽ ടു നിസ്വാർത്ഥത. ഇതാണ് കാര്യം. ഈ നിസ്വാർത്ഥത എങ്ങനെ ഉണ്ടാവും? നമുക്കൊക്കെ നിസ്വാർത്ഥത ഉണ്ടോ? ഉണ്ടെന്ന് പറയില്ലേ, കഷ്ടമല്ലേ? അല്ല, നമുക്ക് എല്ലാവർക്കും ഉണ്ട്. സ്വാർത്ഥത കുറച്ചുണ്ട്, പക്ഷെ കൂടുതൽ സ്വാമി നിസ്വാർത്ഥതയാണെന്ന് പറയും. അതെ, നിസ്വാർത്ഥതയാണ്, നമുക്ക് എല്ലാവർക്കും നിസ്വാർത്ഥതയുണ്ട്. ഇത് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ഓരോരുത്തരെയും ഗൃഹസ്ഥാശ്രമത്തിലേക്ക് നടത്തിക്കുക. അതെന്താ? കാര്യം പറഞ്ഞുതരാം. ഞാൻ എൻ്റെ റൂം, എൻ്റെ കട്ടില്, എൻ്റെ കബോർഡ്, എൻ്റെ ബാത്റൂം, എൻ്റെ സോപ്പ്, എൻ്റെ ചീപ്പിൻ്റെ അകത്തേക്കാണ് ഒരാളെ കൂടെ കയറ്റുന്നത്. മനസ്സിലായില്ലേ? ഡിവൈഡ് ചെയ്യാം. ഇത് കഴിഞ്ഞാലോ അത് അവരെ മാത്രമല്ല, പിന്നെ എൻ്റെ ബർത്ത്ഡേ, എൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ, എൻ്റെ അമ്മയുടെ ബർത്ത്ഡേയിൽ നിന്ന് എൻ്റെ ബർത്ത്ഡേ, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ബർത്ത്ഡേ, പിന്നെ അവളുടെ അച്ഛൻ്റെയും അവളുടെ അമ്മയുടെയും ബർത്ത്ഡേ, അവളുടെ അനിയത്തിയുടെ ബർത്ത്ഡേ, കസിൻ്റെ ബർത്ത്ഡേ. ആലോചിക്കേ, നമ്മൾ പോലും അറിയാതെ കുറച്ചും കൂടെ നമ്മളുടെ മനസ്സിനെ വികസിപ്പിക്കണം. അവിടെ ഗൃഹസ്ഥാശ്രമി നമ്മുടെ മനസ്സിനെ വികസിപ്പിക്കണം ഓട്ടോമാറ്റിക്കലി. മാത്രമല്ല, മക്കളുണ്ടായി എന്ന് വെക്കുക, അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ ത്യാഗം ചെയ്യാറില്ലേ? ഇപ്പോൾ ഒരു വലിയ ക്യാമ്പയിനൊക്കെ നടക്കുന്നുണ്ട്. ഈ ഫെമിനിസത്തിൻ്റെ വേറെ മറ്റേ വെസ്റ്റേൺ ഫെമിനിസം അല്ല, ഇന്ത്യയിലെ കൺഫ്യൂസ്ഡ് സാധനങ്ങളാണ്. വെസ്റ്റേണും കൺഫ്യൂസ്ഡ് ഒക്കെ തന്നെ. ഈശ്വര, ഇത് കഴിഞ്ഞിട്ട് തന്നെ ആരും ഇടിക്കാൻ വരരുത്, ഇവിടെ കൂടുതൽ പെണ്ണുങ്ങളാണ്, കൂടെ 3 പേരെയുള്ള ആണുങ്ങൾ. പോട്ടെ. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു. അതായത് നയൻതാര ആണ്, അവര് കുട്ടികളുണ്ടായല്ലോ അവർക്ക്. അപ്പം ഗർഭവതി ആകാതെ കുട്ടികളാകാനുള്ള പരിപാടിയായിട്ടാണ് ഇപ്പോഴത്തെ പരിപാടികൾ. അപ്പം അത് ശരിയോ തെറ്റോ എന്നുള്ള ഡിബേറ്റ് നടക്കുകയാണ്. അപ്പം അതെ, അത് വേണം, എല്ലാവരും അങ്ങനെ വേണം. അതായത് പ്രസവിക്കാതെ അമ്മമാരാകാം. അപ്പോൾ ഉടനെ ഈ ചോദ്യം ചോദിക്കുന്ന ആള്, നല്ലൊരു ഇൻ്റർവ്യൂ ആണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണാൻ പറ്റുകയാണെങ്കിൽ കാണാം. ഏത് ചാനലാണ് ഞാൻ പറഞ്ഞത്? യൂട്യൂബ് ചാനലിലാണ്. അപ്പോൾ ഒരു 10-30 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് പറയുകയാണ്, എല്ലാവരും അങ്ങനെ വേണം എന്നാണ്. കാര്യം ഒരു പുരുഷന് കിട്ടുന്നതായിട്ടുള്ള എല്ലാ സ്വാതന്ത്ര്യവും സ്ത്രീക്കും കിട്ടും. ഇമ്മാതിരി അടിയാണ് അടിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഇതിൻ്റെ അകത്ത് ഇവരുടെ ബേസിക് തിങ്കിങ് തന്നെ മാറിയിട്ടുണ്ട്. അതായത് ഇവരെന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഒരു ഫാമിലിയെ കൊണ്ടുവന്നേക്കുന്നത് എന്നുള്ള കാഴ്ചപ്പാട് തന്നെ മാറിയിട്ടാണ് ഈ സംസാരിക്കുക. അതായത് പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ, ഫാമിലി എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ അവിടെ പ്രധാനമായിട്ടുള്ളത് ത്യാഗം എന്ന് പറയുന്ന ഒരു ക്വാളിറ്റിയാണ്. ഈ ക്വാളിറ്റിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ആചാര്യന്മാരെന്ത് ചെയ്തത്? ഇവിടെ ഈ ഒരു സിസ്റ്റത്തിനെ ക്രിയേറ്റ് ചെയ്തത്. കഥ കെട്ടുകഥ എന്നെല്ലാം പറഞ്ഞാൽ നിങ്ങൾ കളിയാക്കിയാലും നമ്മൾ പണ്ടേ കേട്ടിട്ടുണ്ടല്ലേ, കൗരവരെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭരണിക്കാത്ത. അപ്പം അതറിയാവുന്ന ആചാര്യന്മാർക്ക് പിന്നെന്തിനാ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കല്യാണം കഴിപ്പിച്ച് വിടുന്നേ? കാര്യം നമ്മുടെ ഓരോരുത്തരുടെയും ഫുൾഫിൽമെൻ്റ് ആണ് അവരുടെ താല്പര്യം. എനിക്ക് ആ ഫുൾഫിൽമെൻറ്റിലേക്ക് നടന്നടുക്കണമെന്നുണ്ട് എങ്കിൽ, ഈ വേദാന്തം പറയുന്ന കാര്യം എനിക്ക് മനസ്സിലാകണം എന്നുണ്ട് എങ്കിൽ, ആദ്യം എൻ്റെ മനസ്സിൻ്റെ രീതിയിൽ ഞാൻ പാകപ്പെടണം. അതിനാദ്യം ഞാൻ എന്ത് വേണം? ആദ്യം ഒരാളെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം. ഈ ഒരാളെ അഡ്ജസ്റ്റ് ചെയ്തിട്ടല്ലേ നമ്മൾ എല്ലാവരെയും വസുദൈവ കുടുംബകം എന്നുള്ളതിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. വസുദൈവ കുടുംബം ഒന്ന് ക്ലാസ് എടുക്കും,
മനസ്സിലായാലേ? വസുദൈവ കുടുംബകം എന്നും ക്ലാസ് എടുക്കും. അതെടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ എന്താ, എനിക്ക് ഞാൻ ഉപയോഗിക്കുന്ന ഒരു സാധനത്തിന്റെ ബാക്കി ഭാഗം കൊടുക്കാൻ, അല്ലെങ്കിൽ ഞാൻ സ്ഥിരം കിട്ടുന്ന കോട്ടയിൽ നിന്ന് ഒരു ഷെയർ കൊടുക്കാൻ അത് പറ്റൂല. ഞാനിങ്ങനെ ഫേസ്ബുക്കിൽ ഇടയ്ക്ക് ഞാൻ ഓരോന്നെല്ലാം എഴുതുന്നതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് തന്നെ ഞാൻ എഴുതി കണ്ടിട്ട് എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ട ഒരു പോസ്റ്റ് ഉണ്ട്. വേറെ ഒന്നുമല്ല, ഇവിടെ CAA പറ്റിയും മറ്റേ ആ നിയമങ്ങളൊക്കെ വന്നല്ലോ, മറ്റേ ബംഗ്ലാദേശുകാർക്കും പാകിസ്ഥാനെതിരെ വേണ്ടിയിട്ടെല്ലാം ഘോരം പ്രസംഗിക്കുന്ന ആൾക്കാർ ട്രെയിനിലിരിക്കുന്ന സമയത്ത് നമ്മളെങ്ങാനും അവിടെ സീറ്റില്ലാതെ നിന്ന് കഴിഞ്ഞാൽ ഒരു ഇത്തിരി സീറ്റ് തരാത്തവന്മാരാണ് മറ്റേ ഈ ഘോരം പ്രസംഗിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞാനൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. സത്യം, നമ്മൾ ആലോചിച്ച് നോക്കിയേ, ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ ആരെങ്കിലും ഇപ്പം സീറ്റിലിരിക്കുകയാണ്, ഇത്തിരി സ്ഥലമുണ്ട്, ഒരാൾ നടന്നു വരുന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ ഉറക്കം അഭിനയിക്കുന്ന ആൾക്കാരാണ്. ഇവിടെ നമ്മുടെ ആചാര്യന്മാർക്കറിയാം എന്ത്, നമ്മളുടെ നിഷ്കർഷ വെക്കാതെ, നമ്മളുടെ കട്ടായം ചവിട്ടി പിടിക്കാതെ പെട്ടെന്ന് തന്നെ നമ്മൾ മനസ്സ് തുറന്ന് എല്ലാവരും അങ്ങ് അംഗീകരിക്കില്ല. അപ്പൊ എന്ത് ചെയ്തു, ഈ സമൂഹത്തിനെ കൃത്യമായിട്ട് ഒതുക്കാൻ, അതോടൊപ്പം തന്നെ നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിനെ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗൃഹസ്ഥാശ്രമധർമ്മത്തിന് ഇവിടെ വെച്ചു. ഈ ഗൃഹസ്ഥാശ്രമധർമ്മത്തിന്റെ റിസൾട്ട് എന്താണെന്ന് അറിയാമോ? വൈരാഗ്യാണ്. വൈരാഗ്യം മലയാളത്തിലെ വൈരാഗ്യമല്ല, ഡിസ്പാഷനാണ്. ഞാൻ കല്യാണം കഴിച്ചു, മക്കളുണ്ടായി, അവരെ വളർത്തി. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് വെച്ചാൽ മക്കൾക്ക് മക്കളുണ്ടായി കഴിയുമ്പോൾ ഒപ്പോഴേ വിസ എടുത്ത് തരും. പിള്ളേരൊക്കെ പുറത്തായിരിക്കുമല്ലോ, അപ്പോൾ അവരെ നോക്കാൻ പോകും. ഇതെല്ലാം കഴിഞ്ഞ് ഈ ഒരു അലുവലത്ത് കഴിയുമ്പോൾ ഒരു 65-70 വയസ്സാകുമ്പോൾ, അല്ലെങ്കിൽ 60 വയസ്സ് വേണ്ട, അതാകുന്ന സമയത്ത് നമുക്കറിയാം ഈ ലോകം ഇത്ര ഉള്ളൂ എന്നാണോ അല്ലയോ? എങ്ങനെങ്കിലും ഈ പണ്ടാരൊന്ന് തീർത്താൽ മതി എന്നാവും നമ്മൾ, ആണോ അല്ലയോ? ഇതിനെയാണ് നമ്മൾ വൈരാഗ്യം എന്ന് പറയുന്നത്. കാര്യം ലോകം ഇത്രേ ഉള്ളൂ എന്നുള്ളത് പ്രാക്ടിക്കലി നമുക്ക് മനസ്സിലാവും, എക്സ്പീരിയൻഷ്യലി നമുക്ക് മനസ്സിലാവും. പ്രാക്ടിക്കലി അവർ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അവര് ഗൃഹസ്ഥാശ്രമത്തിൽ കൂടെ നമ്മളെ കടത്തിവിടുന്ന സമയത്ത് നമുക്ക് എക്സ്പീരിയൻഷ്യലി നമുക്ക് കിട്ടും, ഇതൊക്കെ ഇത്രേ ഉള്ളൂ. നമ്മൾ പറയും, നീ ഇതിനൊക്കെ കണ്ടിപ്പോ മോനെ ഒരു 10 വർഷം കഴിയട്ടെ, നീ തന്നെ ഇത് തിരുത്തി പറയും എന്ന് പറയിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിനെന്ത് വേണം? ഗൃഹസ്ഥാശ്രമം നമ്മൾ ധാർമ്മികമായിട്ട് ആചരിക്കണം. ധാർമ്മികമായിട്ട് പോകണം. എങ്ങനെ ധാർമ്മികമായിട്ട് പോകണം? അതിന് ശാസ്ത്രം വെച്ചിട്ടുണ്ട്. ഇപ്പം ചിത്തശുദ്ധി ഉണ്ടാകാൻ വേറെ മാർഗങ്ങളുണ്ട്. നമ്മൾ ഉപദേശസാരം പഠിക്കുന്ന സമയത്ത് കർമ്മയോഗം എന്ന് പറയുന്ന ഒരു പോർഷൻ നമ്മൾ കാണും. ഫസ്റ്റ് പോർഷൻ അതാണ്, കർമ്മയോഗമാണ് വരിക. അപ്പം ചിത്തശുദ്ധി ഉണ്ടാകാൻ എന്താണ്? കർമ്മയോഗം ചെയ്യണം. ഗൃഹസ്ഥാശ്രമിയാണ് കർമ്മയോഗം ചെയ്യുക. ചിത്തശുദ്ധിയുടെ ഫലം എന്താണ്? ശാന്തത, മനസ്സിന്റെ ശാന്തത, വൈരാഗ്യം. അല്ല, ചിത്തശുദ്ധിയിലല്ല, ചിത്തശുദ്ധി എങ്ങനെ കിട്ടുക? നമ്മുടെ മനസ്സിന് ശാന്തത, അനാവശ്യമായിട്ടുള്ള സെൽഫിഷ്നെസ് ഇല്ല, മനസ്സ് ശാന്താകും. വേറൊരാൾക്ക് നല്ലത് തോന്നുന്നത് നമുക്ക് മനസ്സിൽ സന്തോഷമാവും. മനസ്സിലായില്ലേ? നമ്മുടെ ചിത്തശുദ്ധി എങ്ങനെ നമുക്ക് അളക്കാൻ പറ്റുക? വേറൊരുത്തിന് നല്ലത് തോന്നുന്നത് നമ്മുടെ മനസ്സിൽ സന്തോഷം വരുന്നുണ്ടോന്ന് വേറെ ആർക്കും പറയാൻ പറ്റത്തില്ല. നമുക്കിങ്ങനെ എന്താണ് ഈ പറഞ്ഞ കണക്ക് ചിരിയൊക്കെ മുഖത്ത് കാണിക്കാം, പക്ഷെ നമുക്ക് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ, ഇല്ലേ? വേറൊരുത്തിന് നല്ലത് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല മനസ്സിൽ സന്തോഷം വരുന്നുണ്ടോ എന്ന്. ഓക്കെ, എനിക്ക് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ചിത്തശുദ്ധി ഉണ്ടായി വരുന്നുണ്ട് എന്നാണ്. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നിസ്വാർത്ഥമായിട്ട് കർമ്മം ചെയ്യണം, സമൂഹ സേവ ചെയ്യണം. അതെന്താണെന്ന്, കർമ്മയോഗം എന്താണെന്നുള്ളതെല്ലാം നമ്മൾ ഉപദേശസാരം പഠിക്കുന്ന സമയത്ത് വിശദീകരിച്ച് കാണും. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ചിത്ത ഏകാഗ്രത. ചിത്ത ഏകാഗ്രത മനസ്സിൻ്റെ ഫോക്കസാണ്. ഫോക്കസ്ഡ് ആണ്. കാര്യം നമ്മൾ എന്തിലേക്ക് എത്തേണ്ടത്? അവസാനം നമ്മൾ എന്തിലേക്ക് എത്തേണ്ടത്? ഞാൻ ആ പൂർണ്ണസ്വരൂപിയാണെന്നാണല്ലോ എത്തേണ്ടത്. ഓക്കെ, അതിന് എനിക്ക് ഏകാഗ്രമായിട്ട് നിൽക്കാനുള്ള കഴിവ് വേണം. അതിനാണ് ഉപാസന വെക്കുക. ഉപാസന. ഓക്കെ, എന്താ ഉപാസന എന്ന് പറഞ്ഞാൽ? നമ്മളപ്പോൾ ഉപാസന ചെയ്യാറുണ്ടോ? ഭയങ്കര ഉപാസനയാണ്. അതെ, എന്താ ഉപാസന? അടുത്തിരിക്കുക എന്നാണ് താല്പര്യം. അടുത്തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരൻ്റെ അടുത്ത് മനസ്സുകൊണ്ടിരിക്കുക. ടെക്നിക്കലി അതിനെ പറയുകയാണെങ്കിൽ ദീർഘകാലം, കൂടുതൽ കാലം, നിരന്തരം, വീണ്ടും ഏകചിന്തയോടുകൂടി, ഒരേ ചിന്തയോടുകൂടി മനസ്സിനെ നമ്മൾ ഉപാസിക്കുന്ന വസ്തുവിലേക്ക് ചേർത്തിരുത്തുക. അതിനാണ് ഉപാസന. ഇതൊരു ഗംഭീരമായിട്ടുള്ളൊരു വിഷയമാണ്. നമ്മൾ വേറൊരു സമയത്ത് കാണും, ഇതിൽ തന്നെ കാണും, ഇത് ഉപദേശസാരത്തിൽ തന്നെ കാണും. അതായത് ഇവിടുത്തെ എൻറ്റയർ കൾച്ചർ ഈ ഉപാസനയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കും. ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ചില സമയത്ത് പാത്രം കൊട്ടിയെ നമ്മൾ കളിയാക്കിയത്. പാത്രം കൊട്ടിയാൽ കൊറോണ മാറില്ല,
പക്ഷെ എന്തിന് പാത്രം കൊട്ടുന്നു? ഒരു ഭാവം ഉണ്ടാക്കാനാണ്. അത് മനസ്സിലാക്കാത്തതിന്റെ കാര്യം എന്നാ? ഈ ഉപാസനയുടെ അതിൻ്റെ താല്പര്യം മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. നമ്മളിവിടെ കാണിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിട്ട് നമ്മൾ ഓരോരുത്തരും ചിലപ്പോൾ അർത്ഥം അറിയാതെ ചെയ്യുന്ന പല കാര്യങ്ങളും ഇന്നത്തെ തലമുറ ഇതെന്ത് പൊട്ടത്തരാണെന്ന് ചോദിക്കുന്നതിൻ്റെ കാര്യം നമുക്ക് ഇതിൻ്റെ പുറകിലുള്ള താല്പര്യം പറഞ്ഞു കൊടുക്കാനും പറ്റുന്നില്ല, അവർക്കിത് മനസ്സിലാകുന്നില്ല. ഇതിൻ്റെ പുറകിൽ ഈ ഉപാസനയുടെ ഒരു ഗംഭീരമായിട്ടുള്ളൊരു സംഭവമുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ കാണും ഇനി വരുന്ന സമയത്ത്. പക്ഷെ ഉപാസന എന്താണ്? നമ്മുടെ ഉള്ളിലൊരു ഭാവം ജനിപ്പിക്കും. മാത്രമല്ല നമ്മുടെ ഉള്ളിലൊരു ഏകാഗ്രത ഉണ്ടാക്കും. സിമ്പിളായിട്ടൊരു കാര്യം പറയാം. നിങ്ങളുടേത് എന്ന് പറഞ്ഞിട്ടൊരു കാര്യത്തിനെ തന്നു, ഒരു കല്ലാണ്. ഈ കല്ലിനെ എല്ലാ ദിവസവും നിങ്ങൾ ടേക്ക് കെയർ ചെയ്യാൻ പറയുകയാണെന്ന് വെച്ചോ. അറിയാതെ നമ്മൾ ആ കല്ലിനോടൊരു അറ്റാച്ച്മെന്റ് ബോണ്ട് ഉണ്ടാക്കത്തില്ലേ? എൻ്റെ കല്ല് അങ്ങനെയല്ലേ കൊച്ചു പിള്ളേരല്ലേ കാണിക്കുന്നത്, നമ്മൾ കാണിക്കും. ആ ഭാവം ഉണ്ടാവുകയാണ്. ഓക്കെ, കാര്യം എന്നാ? ഞാൻ ദീർഘകാലം നിരന്തരം എൻ്റെ മനസ്സിനെ ആ കല്ലിനോട് ചേർത്ത് വെച്ചതാ. മനസ്സിലായില്ലേ? ഇത് പല കാര്യത്തിലും നമ്മുടെ ആചാര്യന്മാർ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാര്യം ഉപാസനയ്ക്ക് പല തലങ്ങളുണ്ട്. അത് നമ്മൾ ഉപാസനയെ പറ്റി, പൂജയെ പറ്റി, ഭക്തിയോഗത്തിനെ പറ്റി ഉപദേശസാരത്തിൽ കാണുന്ന സമയത്ത് നമ്മൾ വിശദീകരിക്കും. അത് നമ്മൾ വിശദീകരിക്കും. പക്ഷെ എന്താ മനസ്സിലാക്കേണ്ടത്? ഉപാസന ഏകാഗ്രത നൽകും. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം എന്ന് പറഞ്ഞൊരു ആശ്രമമുണ്ട്. ഈ വാനപ്രസ്ഥ ആശ്രമത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ്. ഉപാസനയ്ക്ക് വേണ്ടിയിട്ട് എന്താ സംഭവം? നമ്മൾ പറയും നമ്മൾ റിട്ടയർമെൻറ്റ് ലൈഫില്ലേ, അതാണ് റിട്ടയർമെൻറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും റിട്ടയർമെൻറ്റ് ഇല്ലേ. ആക്ച്വലി സ്പീക്ക് ഒരിക്കലും റിട്ടയർമെൻറ്റ് ഇല്ല. ഈവൻ ശങ്കരാചാര്യസ്വാമികൾ ഇതെന്നാ സാധനാപഞ്ചകം തുടങ്ങുന്നത് തന്നെ വേദോ നിത്യം അധീയതാം എന്ന് പറഞ്ഞിട്ടാണ്. എല്ലാ ദിവസവും പഠിക്കണം, നമ്മളെ അപ്ഡേറ്റഡ് ആക്കിക്കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ എങ്കിലും നമ്മൾ ചില സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ റിട്ടയർ ചെയ്യുക തന്നെ വേണം. ഓക്കെ, ഞാനൊരു ഗൃഹസ്ഥിയായിരുന്ന സമയത്ത് വീട്ടിലെ കാര്യങ്ങളിലെല്ലാം ഇടപെട്ടുകൊണ്ടിരുന്നത് കണക്കല്ലാതെ ഞാൻ ഇങ്ങനൊന്ന് കൈ തുടച്ച് അടുത്ത തലമുറയ്ക്ക് ഞാൻ കീ കൊടുക്കേണ്ട, കീ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കീ കൊടുക്കലല്ല, വീട്ടിൻ്റെ താക്കോല് കൈമാറേണ്ടതായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇത് നമ്മുടെ വളർച്ചയെ സൂചിപ്പിക്കും. അങ്ങനെ ചെയ്തില്ല എങ്കിൽ എന്ത് പറ്റുമെന്നറിയോ? അടുത്ത തലമുറയ്ക്കും നന്നാകാൻ പറ്റില്ല. ഞാൻ തീരുന്നതോടുകൂടി ഇതെല്ലാം കൊളാപ്സാണ്. ആചാര്യന്മാരിത് കൃത്യമായിട്ട് ഒരു ആശ്രമത്തിൽ നിന്ന് അടുത്ത ആശ്രമത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ആശ്രമത്തിൻ്റെ ധർമ്മമായിട്ട്, മൂന്നാമത്തെ ആശ്രമമായിട്ടുള്ള വാനപ്രസ്ഥത്തിൻ്റെ ധർമ്മമായിട്ട് ഉപാസനയെ വെച്ചു. ഈശ്വരാരാധന, പൂജ, പഠനം ഇത്യാദി കാര്യങ്ങൾ. ഓക്കെ, ഇതെന്ത് ചെയ്യണം? ഇത് നമുക്ക് ഏകാഗ്രതയെ നൽകും. അത് കഴിഞ്ഞിട്ട് അത്യാവശ്യം ഏകാഗ്രതയും അത്യാവശ്യം ശുദ്ധിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അറിവുള്ള ഒരു ഗുരുവിൻ്റെ അടുക്ക് ചെല്ലണം. ഇപ്പം എല്ലാവരും ഗുരുക്കന്മാരാണേ. എല്ലാവരും ഗുരുക്കന്മാരാന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഗുരുവാണോ? അല്ല. ഈ ക്ലാസ് എടുക്കുന്ന ആൾക്കാരെല്ലാവരും ഗുരുക്കന്മാരല്ല. അത് ആദ്യം മനസ്സിലാക്കുകയാണ്. അത് ഗുരു, ആചാര്യൻ, അങ്ങനെ പല 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 കാറ്റഗറി ഉണ്ട്. പക്ഷേ ഗുരു എന്നത് വേദാന്തത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് വേദാന്തത്തിലെ ഒരു കൃതി പഠിപ്പിക്കുന്ന ഒരാളെ ഒന്നുമല്ല. പിന്നെയോ ശ്രോത്രിയനായിട്ടുള്ള ബ്രഹ്മനിഷ്ഠനായിട്ടുള്ള ആളെയാണ്. ശ്രോത്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രം നല്ല രീതിയിൽ അറിയാവുന്ന ഒരാൾ. ബ്രഹ്മനിഷ്ഠൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ശാസ്ത്രം പറഞ്ഞതിനെ അനുഭവിച്ച ആൾ. അങ്ങനെയുള്ള ഒരാളെയാണ് ഇവിടെ നമ്മുടെ ക്ലാസ്സിൽ ഗുരു എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുക. അല്ലാതെ ABCD പഠിപ്പിക്കുന്ന ആളല്ല. നമ്മളൊക്കെ ടീച്ചർ എന്ന് പറയാം. ഓക്കെ, നമ്മളെല്ലാവരും ഒരു തരത്തിൽ ടീച്ചറാണ്. ആർക്കെങ്കിലും നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ ഗുരു എന്ന് വേദാന്ത ക്ലാസ്സിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ യഥാർത്ഥത്തിലും ഗുരു ഇപ്പം എൻ്റെ ഗുരുവാണ് എന്ന് ചില ആൾക്കാർക്ക് എന്നെ പരിചയം. അപ്പോഴേ നമ്മൾ പറയും അയ്യോ. അല്ലെങ്കിൽ ചില ആൾക്കാർ അവർക്ക് അറിയത്തില്ല ചിന്മയ മിഷനിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എല്ലാവരും അവർ ഗുരുജി എന്ന് കയറി വിളിക്കും. ചിന്മയ മിഷനിൽ ഗുരുജി ആരാണ്? സ്വാമി തേജോമാനന്ദിയാണ്. ചിന്മയ മിഷനിൽ ഗുരുദേവ് ആരാണ്? സ്വാമി ചിന്മയാനന്ദിയാണ്. വേറൊരു ആശ്രമത്തിൽ പോയിട്ട് നമ്മൾ ഗുരുദേവ എന്ന് വിളിച്ചാലൊന്നും കുഴപ്പമില്ല. ചിന്മയ മിഷനിൽ ഗുരുദേവൻ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ചിന്മയാനന്ദ സ്വാമിജിയെ പറ്റിയിട്ടാണ് പറയുക. ഗുരുജി എന്ന് പറഞ്ഞാൽ അത് തേജോമാനന്ദ സ്വാമിജിയെ പറ്റിയിട്ടാണ് പറയുക. അതേപോലെ വേദാന്തത്തിൽ ഗുരു എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രോത്രിയനാണ്, ബ്രഹ്മനിഷ്ഠനാണ്. അങ്ങനെ ശ്രോത്രിയനായിട്ടുള്ള ബ്രഹ്മനിഷ്ഠനായിട്ടുള്ള ആളുടെ അടുക്കെ ഞാൻ എന്തിനു പോണം? ആത്മജ്ഞാനം അറിയാൻ വേണ്ടി പോണം.
ഈ വന്ന ആൾക്കാരില്ലേ, ഈ ചിത്തശുദ്ധിയും ചിത്തേകാഗ്രത ഉണ്ടാക്കിയ ആൾക്കാർ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അവർ വേദം പഠിച്ചിട്ടുണ്ട്, മനസ്സിലായാലേ? അവർ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ പഠിച്ച ആൾക്കാരായിരിക്കും. പക്ഷെ അവർ ആത്മജ്ഞാനം നേടാൻ വേണ്ടിയിട്ട് ആരൊക്കെ പോകണം? ശ്രോത്രിയനായിട്ടുള്ള, അതായത് ടെക്നിക്കലി ആ ശാസ്ത്രം കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ള, അതേപോലെ ആ ശാസ്ത്രത്തിന്റെ തത്വത്തിനെ അറിഞ്ഞിട്ടുള്ള ആളുകൾക്ക് പോകണം. പോകുന്ന സമയത്ത് ആളെന്ത് പറയും? വരൂ എന്നൊന്നും ആയിരിക്കും പറയാം. ആള് യഥാർത്ഥ സ്റ്റുഡൻറ്റൊക്കെ തത്വം മസി എന്ന് പറയും, നീ അതാണ് എന്ന് പറയും, നീ ആ പൂർണ്ണസ്വരൂപിയാണ് എന്ന് പറയും. നിങ്ങളൊക്കെ ദുഃഖിക്കേണ്ടവരല്ല, നിങ്ങളൊക്കെ എന്താണ്, സുഖസ്വരൂപികളാണ് എന്ന് പറയും. എന്തെങ്കിലും മാറ്റം ഉണ്ടായോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? എന്തെങ്കിലും ഉണ്ടായോ? ഒന്നും ഉണ്ടായില്ല. ഈ പറയുന്ന എനിക്ക് തന്നെ ഒന്നും ഉണ്ടായില്ല. കാര്യം എന്നാ? ആവശ്യത്തിന് ചിത്തശുദ്ധിയും ചിത്ത ഏകാഗ്രതയും ആയിട്ടില്ല. ഞാൻ ഇത് ശരിക്കും ആലോചിച്ച് നോക്കിക്കോണേ. ഞാൻ പറയുകയാണ് നിങ്ങളുടെയൊക്കെ ഒരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. ടീച്ചറെ വന്ന കാറിൻ്റെ അകത്ത് ഞാൻ ബാബുച്ചേട്ടനൊക്കെ കൊടുത്തിട്ട് വെച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞെന്ന് വെച്ചു. അല്ലെങ്കിൽ ഞാൻ രാധാകൃഷ്ണൻ്റെ കഥ ഞാൻ ബാബുച്ചേട്ടനൊക്കെ പറഞ്ഞിട്ട് ഒരു സാധനം നിങ്ങളുടെ കാറ് വെച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറയുകയാണെങ്കിൽ രാധാകൃഷ്ണൻ എന്ത് ചെയ്യും? ഇത് കഴിഞ്ഞാൽ ആദ്യം അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യും? അതുണ്ടോ എന്ന് നോക്കൂ. നിങ്ങളൊക്കെ ആത്മസ്വരൂപിയാണെന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്താൽ ഇല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിന് അത്രയ്ക്കുള്ള ആ ഒരു ഇതേ കൊടുക്കുന്നുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കാനുള്ള ശുദ്ധി നമുക്കായിട്ടില്ല. ഇത് സുധീർ ചൈതന്യ പറയുന്നതല്ലല്ലോ, ശാസ്ത്രം പറയുന്നതാണ്, ആചാര്യന്മാർ പറയുന്നതാണ്. കാലാകാലങ്ങളായിട്ട് ഇവർ പറയുന്ന ഈ കാര്യത്തിന് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നുള്ളതാണല്ലേ. കാര്യം എന്താണ്? നമ്മൾ വീണ്ടും നമ്മളെ സെൽഫ് ട്യൂൺ ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെ ട്യൂൺഡ് ആകുന്ന സമയത്ത് നമുക്കൊന്ന് മിന്നും. എന്ത് മിന്നും? സത്യത്തിൽ ഞാൻ ആത്മസ്വരൂപിയാണോ എന്നൊരു തോന്നൽ വരും. ആചാര്യൻ പറയാണ്, നീ ദുഃഖിക്കേണ്ടവനല്ല, നീ ആത്മസ്വരൂപിയാണെന്ന് പറയുമ്പോൾ ആണോ സത്യത്തിൽ എന്നൊരു സ്പാർക്ക് അടിക്കുക എന്ന് പറയില്ലേ. ഈ സ്പാർക്ക് അടിക്കുമ്പോൾ എന്താണ്? ആ ശ്രവണം സംഭവിച്ചു എന്നാണ്. അതായത് ആ പഠിപ്പിക്കുന്നതിൻ്റെ ആ ഒരു ഇമ്പോർട്ടില്ലേ, അത് മനസ്സിലാകുമ്പോൾ, ആ തത്വം മനസ്സിലാകുമ്പോൾ ശ്രവണം നടക്കുന്നു. ശ്രവണം എന്ത് ചെയ്യും? അഭാവന ഇല്ലാതാക്കും. ടെക്നിക്കലി പറഞ്ഞാൽ അഭാവന എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതേവരെ വിഷ്വലൈസ് ചെയ്യാനേ പറ്റിയിട്ടില്ല. എന്ത്? ഞാൻ പൂർണ്ണനാണ് എന്ന് വിഷ്വലൈസ് ചെയ്യാനേ പറ്റിയിട്ടില്ല. ആ ഒരു ഭാവത്തിനെ ഇല്ലാതെയാക്കും. ഓ, ഞാൻ അതാണോ എന്നൊരു ചിന്തയെങ്കിലും എനിക്ക് വരും. ഈ അഭാവന ഇല്ലാതാക്കുന്നത് എന്നെ അടുത്ത ലെവലിലേക്ക് പോകാൻ പുഷ് ചെയ്യും. അവിടെ ഗിഫ്റ്റ് കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിലുള്ളൊരു വിശ്വാസം കൊണ്ട്, ചിലപ്പോൾ ഞാൻ വിൽക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യും? അത് പോയി എടുക്കാനുള്ള എഫേർട്ട് ഇടും, അല്ലെങ്കിൽ അവിടെ പോയി തപ്പും. അതേപോലെ ഈ ശ്രവണം വിശ്വസ്തനായ ഗുരുവിൽ നിന്ന്, അതിനേക്കാളും ഒരു ശാസ്ത്രത്തിൽ നിന്ന് കേൾക്കുന്ന സമയത്ത്, എനിക്കത് കത്തുന്ന സമയത്ത് ഇത് ശരിയാണോ എന്നറിയാൻ ഞാൻ ലോജിക്കലി അനലൈസ് ചെയ്യും. അതിനെയാണ് മനനം എന്ന് പറയുക. ഞാൻ വീണ്ടും വീണ്ടും മനനം ചെയ്യും. എന്തുകൊണ്ട് ഗുരു അങ്ങനെ പറഞ്ഞു? ഞാൻ ആനന്ദ സ്വരൂപിയാണ്, ഞാൻ ദുഃഖിക്കേണ്ടവനല്ല എന്ന് എന്തുകൊണ്ട് പറഞ്ഞു? ഓ, ഈ ദുഃഖം എന്ന് പറയുന്നത് ഈ ശരീരത്തിൻ്റെ ദുഃഖമാണ്. ഞാൻ ശരീരമല്ല എന്നാണ് ഗുരു പറഞ്ഞത്. അപ്പോൾ അത് സത്യമായിരിക്കുമോ? നമുക്കിവിടെയൊക്കെ എത്ര പേർക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഞാൻ ശരീരമാണോ അല്ലയോ എന്ന് ചിന്തിക്കണമെന്ന് തന്നെ ചിലപ്പോൾ തോന്നില്ല. ചില ആൾക്കാർ എന്തുകൊണ്ട് ഞാൻ ശരീരമല്ല ചിന്തിക്കും. എന്തുകൊണ്ട് ഞാൻ ശരീരമല്ല? നമുക്കൊരു പ്രൊസീജിയർ പിടിച്ചു നോക്കാവേ. എന്തുകൊണ്ട് ഞാൻ ശരീരമല്ല? എന്തുകൊണ്ടല്ലോ? സുധീർ ചൈതന്യ പറഞ്ഞുകൊണ്ടല്ല. നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. എങ്ങനെയാണ്? ഈ ഫോൺ ഞാനാണോ? ആണോന്ന്? അല്ല. എന്തുകൊണ്ടല്ല? എന്നിൽ നിന്ന് എനിക്ക് വ്യത്യാസമായിട്ട് കാണാൻ പറ്റുന്നത് ഞാനല്ല. ഇതാണ് എൻ്റെ ലോജിക്ക്. ഈ മൈക്ക് സ്റ്റാൻഡ് ഞാനാണോ? അല്ല. എന്തുകൊണ്ടെന്താ? എന്നിൽ നിന്ന് എനിക്ക് വ്യത്യാസമായിട്ട് ഇത് കാണാൻ പറ്റും. ഈ ശരീരം ഞാനാണോ? അല്ല. ഇത് എൻ്റെ ശരീരമാണെന്നാണ് ഞാൻ പറയുന്നതും അതിനേക്കാൾ ഉപരി എനിക്ക് എന്നിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ശരീരത്തിനെ അറിയാം. കാണാമെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കാണൽ മാത്രമല്ല കേട്ടോ, എനിക്ക് എന്നിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അറിയാം. കാര്യം എന്താ? കാര്യം 25 വർഷം മുമ്പ് എൻ്റെ ശരീരം ഇങ്ങനെ ആയിരുന്നോ? അല്ല. പക്ഷെ അന്നുണ്ടായിരുന്ന ഞാനും ഇന്നുള്ള ഞാനും
മാനസികമായിട്ട് ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരിക്കും, കുറച്ച് നോളേജ് എന്നെല്ലാം പറയുന്ന ചില സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ ഞാൻ എന്നുള്ള ഭാവത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ആ എക്സ്പീരിയൻസ് ലെവലിൽ ഇല്ല. പക്ഷെ എൻ്റെ ശരീരം മാറിയിട്ടുണ്ട്. അന്ന് കുറച്ചും കൂടെ ഒക്കെ ആരോഗ്യം ഉണ്ടായിരുന്നു, തലമുടിയൊക്കെ ഉണ്ടായിരുന്നു, നരച്ചിട്ടില്ലായിരുന്നു. മനസ്സിലായില്ലേ? ഈ മാറിക്കൊണ്ടിരിക്കുന്ന ആ ശരീരമല്ല ഞാനപ്പോൾ. കാര്യം എന്നാ, എനിക്ക് എന്നിൽ നിന്ന് വ്യത്യാസമായിട്ട് എന്നെ എനിക്കെന്നെ കാണാം. ഞാൻ എൻ്റെ മനസ്സാണോ? അല്ല. കാര്യം എന്നാ, ഇന്നലെ ഞാൻ ഈ സമയത്ത് കലിപ്പിലായിരുന്നു വീട്ടിൽ. ഞാൻ ഇറിറ്റേറ്റഡ് ആയിരുന്നു. ഞാൻ ഇന്നലെ ഇറിറ്റേറ്റഡ് ആയിരുന്നു, ഇന്ന് സമാധാനത്തോടുകൂടി ഇരുന്നു എന്ന് എനിക്ക് മാറി നിന്ന് എൻ്റെ മനസ്സിനെ എനിക്ക് നോക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ആ മനസ്സല്ല എന്നാ. വെറുതെ എടുക്കണ്ട കേട്ടോ. ഇത് വീണ്ടും വീണ്ടും നമ്മൾ ചിന്തിക്കണം. ഇത് ചിന്തിച്ച്, ഇത് മാത്രമല്ല, ഏതൊക്കെ രീതിയിൽ ചിന്തിക്കണം എന്നുള്ളതിനുള്ള വഴി നമ്മുടെ ആചാര്യന്മാർ ശാസ്ത്രങ്ങളിൽ കൂടെ തന്നിട്ടുണ്ട്. ആ രീതിയിൽ ചിന്തിച്ച് ഒരു പോയിന്റിൽ നമ്മൾ എത്തും. എന്താ പോയിന്റ്? ഞാൻ ശരീര മനോബുദ്ധി അല്ല എന്നെനിക്ക് ലോജിക്കലി കൺവിൻസ്ഡ് ആവും. ലോജിക്കലി മാത്രം, ലോജിക്കലി കൺവിൻസ്ഡ് ആവും. അല്ലാതെ അനുഭവമൊന്നും ആകത്തില്ല. കാര്യം എന്നാ, ലോജിക്കലി കൺവിൻസ്ഡ് ആയിട്ട് നിങ്ങൾ എന്നെ ചീത്ത പറഞ്ഞാൽ എനിക്ക് പിന്നെ വിഷമം വരും. അതാണ് എൻ്റെ ഇത്. നിങ്ങൾ എന്നോട് വഴക്കുണ്ടാക്കി എനിക്ക് നിങ്ങളോട് ദേഷ്യം ഉണ്ടാവും. ലോജിക്കലി എനിക്കറിയാം എന്താ, ഞാൻ ശരീരമല്ല, ഞാൻ മനസ്സല്ല, ഞാൻ ബുദ്ധിയല്ല. എന്നെ ആരെങ്കിലും ഇവിടുത്തെ പിള്ളേരൊക്കെ അങ്കിളെ എന്ന് വിളിച്ച് എനിക്കിപ്പോൾ വിഷമമാണ്. മനസ്സിലായില്ലേ? കാര്യം വെച്ചാൽ എനിക്കൊരിക്കലും എന്നെ അങ്കിളായിട്ട് വിഷ്വലൈസ് ചെയ്യാൻ പറ്റത്തില്ലേ? മനസ്സിലായില്ലേ? കഴിഞ്ഞ ദിവസം ഞാൻ അങ്ങ് ഇല്ലാണ്ടായിപ്പോയി. ഇവിടുന്ന് ഞാൻ തൃശ്ശൂർക്ക് പോകുന്ന വഴിക്ക് ഞാൻ വണ്ടിയിൽ കയറിയപ്പോൾ എൻ്റെ കയ്യിൽ 2 ബാഗൊക്കെ ഉണ്ട്. ഉടനെ ഒരു പയ്യൻ, നല്ല പയ്യൻ, വീട്ടിൽ നന്നായിട്ട് വളർത്തിയ പയ്യനാന്ന് തോന്നുന്നു, അവൻ എണീറ്റിട്ട് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സ് നിറഞ്ഞു. അത് അവൻ എന്നെ കണ്ടപ്പോൾ എഴുന്നേറ്റു. ഇരുന്നോ എന്ന് പറഞ്ഞിട്ട്, ഇരുന്നോ അങ്കിളെ എന്ന് പറഞ്ഞു. വിഷമമായിപ്പോൾ എനിക്ക്. മനസ്സിലായില്ലേ? കാര്യം എന്നാ, ഞാൻ എൻ്റെ ശരീരവുമായിട്ട് താതാത്മ്യം നിൽക്കുന്നുണ്ടാ. വിഷമമായ തമാശ പറഞ്ഞു. പക്ഷെ എനിക്കിത് ചിരി വരുന്നത് പോലും എന്താ, ഞാൻ എൻ്റെ ശരീരവുമായിട്ട് താതാത്മ്യം ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, ശരീരവുമായിട്ട് താതാത്മ്യം ഉള്ളതുകൊണ്ടാണ്. സത്യത്തിൽ ഞാൻ ശരീരമാണോ? അല്ല. ഓക്കെ, ഷുഗർ വന്ന ആൾക്കാരൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അവരൊക്കെ, എൻ്റെ ഒരു കസിൻ്റെ അച്ഛൻ, അവർ അങ്ങേരെ കാല് മുറിച്ച് കളഞ്ഞിട്ടുണ്ട്, ആംബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പുള്ളിയോടൊക്കെ ചോദിച്ചിട്ടുണ്ട്, ചേട്ടാ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അപൂർണത ഫീൽ ചെയ്തിട്ടുണ്ടോ? ഈ കാലില്ല എന്ന് നോക്കുമ്പോൾ മാത്രമാണ് കാലില്ല എന്നുള്ള ഫീല്, അല്ലെങ്കിൽ പൂർണ്ണനാ. മനസ്സിലായില്ലേ? ശരീരം കുറച്ച് മുറിച്ച് കളഞ്ഞു എന്ന് വെച്ചിട്ട് അപൂർണനാവില്ല എന്നാ. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പം ഈ ശ്രവണത്തിൻ്റെ ഉറപ്പ് നമ്മളെ മനനത്തിലേക്ക് നടത്തും. മനനത്തിൽ ഞാൻ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെന്താണ്, ഞാൻ നിധിധ്യാസനത്തിൽ കൂടെ, ധ്യാനത്തിൽ കൂടെ എന്താണ്, ഞാൻ ഉറപ്പിക്കണം, ഞാൻ ആ ആനന്ദ സ്വരൂപിയാണ്, ഞാൻ ദുഃഖിക്കേണ്ടവനല്ല. ഒരു പോയിന്റിൽ എനിക്കെത്തും. ഇതിങ്ങനെ ദൈവത്തോർത്ത് സിനിമാറ്റിക്കലി വിഷ്വലൈസ് ചെയ്യരുത്. എന്താണ്, ഇങ്ങനെ ഇരുന്നു പെട്ടെന്ന് ടം ഇങ്ങനായി, അങ്ങനല്ല ഈ മോക്ഷം. പിന്നെയോ, ഇത് വളരെ 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 ഗ്രാജുവലി അങ്ങ് നിങ്ങൾ അതായി മാറുകയാണ് ചെയ്യുക. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് മോക്ഷമുള്ള ആളായിട്ട് അങ്ങനെ എണീറ്റ് വരികയല്ല. കാര്യം നമ്മൾ പതിയെ ചിത്തശുദ്ധി ഉണ്ടാക്കി വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ചിത്ത ഏകാഗ്രതയും വന്ന് ആ ശ്രവണത്തിൽ എനിക്ക് ഉറപ്പുണ്ടായി, ആ മനനത്തിൽ നിഷ്ഠയുണ്ടായി, നിധിധ്യാസനത്തിൽ കൂടെ വരുന്ന സമയത്ത് ചില സമയത്ത് ആൾക്കാർ കളിയാക്കിയ ഒരു കുഴപ്പമില്ല. കാര്യം എന്നാ, പിള്ളേരല്ലേ അത്. ആ തലത്തിലേക്ക് നമ്മൾ എത്തുക. കളിയാക്കുന്നതിൻ്റെ ഒരു കാര്യമാണ് പറയുന്നത്. ചില ആൾക്കാർ നമ്മളെ ബഹുമാനിക്കുകയാണ്. ഓക്കെ, ഇത് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാകുന്ന മാറ്റമല്ല. പിന്നെയോ പതിയെ 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 മാറ്റം. ഇത് ഞാൻ ആ മോക്ഷത്തിൻ്റെ ഒരു സൈഡ് മാത്രമേ പറയാം. പക്ഷെ യഥാർത്ഥത്തിൽ ഇതെന്താ എന്നറിയാവോ, നമ്മൾ ഓരോരുത്തരും ഞാൻ ലിമിറ്റഡ് അല്ല, ഞാൻ പൂർണ്ണനാണ്, ഞാനാണ് എല്ലാം എന്നതിലേക്ക് അറിയും. ഇപ്പം എനിക്ക് എൻ്റെ വീട്ടുകാരോട് മാത്രമേ അറിയ സ്നേഹം. പക്ഷേ ഞാൻ മോക്ഷമൊന്നും കിട്ടണ്ട, കുറച്ചൊന്ന് ഇവോൾവ് ആയാൽ തന്നെ എനിക്ക് എൻ്റെ കൂട്ടത്തിൽ എൻ്റെ സമൂഹത്തിനെ കൂടെ ചേർത്ത് വെക്കണം എന്നുള്ള രീതിയിൽ എൻ്റെ മനസ്സ് വലുതാകും. ആലോചിക്കും. എൻ്റെ ഞാൻ സ്കൂളിൽ ക്ലാസ് ടീച്ചറായിരുന്നേ, ഒരു സ്കൂളിൻ്റെ എന്ന് വെച്ചോ. എൻ്റെ ക്ലാസ്, എൻ്റെ പിള്ളേരെന്ന് പറഞ്ഞാൽ 32 പിള്ളേരാ. ഞാൻ അവിടുത്തെ പ്രിൻസിപ്പൾ ആയാലോ എനിക്ക് 10 പിള്ളേർ മാത്രമാണെന്ന് പറയൂ? ഇല്ല, ആ എൻ്റെ സ്കൂളിലെയാ. മനസ്സിലായത്? അത് ചിന്മയ വിദ്യാലയ കോലഴി അല്ല.
ഇനിയോ ഇവിടുത്തെ ചീഫ് സേവകാണെങ്കിലോ ആ കല്ലടത്തൂരിനെ അതിൻ്റെ അകത്ത് കൂട്ടേണ്ടി വരും. ഈ രീതിയിലാണ് നമ്മൾ വളരുന്നതെന്നാണ് ഞാൻ പറയാം. ഇത് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാകുന്ന മാറ്റമല്ല, പതിയെ 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 നമ്മൾ വരും. ഇതിൻ്റെ എഫക്റ്റാണ് എന്തായിട്ട് വരിക? ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നതും എല്ലാവരെയും അംഗീകരിക്കുന്നതും ദുഃഖിക്കാതിരിക്കുന്നതും. കാര്യം ആർക്കും എന്നെ ദുഃഖിപ്പിക്കാൻ പറ്റില്ല. നിങ്ങൾ എന്ത് വേണമെങ്കിലും ശ്രമിച്ചു, എനിക്ക് ദുഃഖിക്കാൻ പറ്റില്ല. കാര്യം എന്നാ, നിങ്ങൾ ഞാൻ തന്നെയാണേ. ഈ ഒരു തലത്തിലേക്ക് ഉയരുന്നത്. ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻ അല്ലെങ്കിൽ എൻ്റെ ഒരു ഇംപ്ലിക്കേഷൻ ഫലമാണ് ദുഃഖമില്ലാത്ത അവസ്ഥ, അബ്സല്യൂട്ട് ഫ്രീഡം, ആനന്ദം, പേടിയില്ലായ്മ, അഭയം എന്നെല്ലാം പറയുന്നത്. ഇതിനാണ് നമ്മൾ മോക്ഷം എന്നെല്ലാം പറയുന്നത്. ഓക്കെ, പതിയെ 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 ഇത് നമ്മൾ ചിന്തിക്കണം. ചിന്തനം എന്ന് പറഞ്ഞാൽ ഈ സത്യം വീണ്ടും 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 മനനം ചെയ്യണം. അപ്പം വേദാന്തത്തിൽ കൂടെ നമ്മൾ അറിയുന്നത് വീണ്ടും 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 നമ്മൾ ചിന്തനം ചെയ്യണം. അതിനാണ് ഈ വേദാന്ത ചിന്തനം ക്ലാസ് വെച്ചത്. മനസ്സിലായോ? നമ്മൾ അവിടെ ഹെഡിങ് ആണ് ഈ കണ്ടുകൊണ്ടിരുന്നത്. എന്താ വേദാന്തം? വേദാന്തം എന്ന് പറയുന്നത് വേദത്തിൻ്റെ അറിവിൻ്റെ അൾട്ടിമേറ്റ്. എന്താ സത്യത്തിൻ്റെ അറിവ് കൊണ്ടുള്ള ലക്ഷ്യം? അറിവുകൊണ്ടുള്ള ലക്ഷ്യം നമ്മളെ ഓരോരുത്തരെയും സ്വതന്ത്രരാക്കുക എന്നുള്ളതാണ്. എപ്പോഴേ ഞാൻ സ്വതന്ത്രനാവുകയുള്ളൂ? ഞാൻ സത്യത്തിൽ ആരാണെന്ന് അറിയുമ്പോഴേ എനിക്ക് സ്വതന്ത്രനാകാൻ പറ്റുള്ളൂ. സത്യത്തിൽ നീ ആരാ? എടാ, നീ പൂർണ്ണനാണ്. ഈ നീ പൂർണ്ണനാണ് എന്നുള്ളത് വീണ്ടും വീണ്ടും ഞാൻ ഓർക്കണം. കാര്യം ഇഗ്നോറൻസ് കൊണ്ട് ഞാൻ മറഞ്ഞിരിക്കുകയാണ്. ഈ പൂർണ്ണത മറഞ്ഞിരിക്കുകയാണ്. അത് മാറുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം? ചിന്തിച്ചുകൊണ്ടേ. ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ചിന്തിക്കുകയല്ല, വീണ്ടും വീണ്ടും വിചിന്തനം ചെയ്തുകൊണ്ടേയിരിക്കണം. എന്ത്? വേദാന്തം, വേദാന്ത ചിന്തനം. ഓക്കെ, വേദാന്തം. എനിക്ക് തോന്നുന്നു ഇന്നത്തേക്ക് ഇത് മതിയായിരിക്കും. മതി. ഓക്കെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.